നമസ്കാരം പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ കേട്ടോ. അപ്പോൾ ഇതിലോട്ട് നമുക്ക് ആദ്യം വേണ്ടത് റവയാണ്. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് മുട്ട. ഇവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുത്തിട്ട് 1 ടീസ്പൂൺ വെച്ചിട്ടോ അതല്ലെങ്കിൽ വിസ്ക് വെച്ചിട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ പൊടിച്ചു വച്ചിരിക്കുന്ന റവ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കണം. റവയ്ക്ക് ഇതുപോലെ മിക്സ് ചെയ്ത് വരുമ്പോൾ കുറച്ച് ടൈറ്റായിട്ട് വരും. അന്നേരം നമുക്കിതിലോട്ട് ചെറു ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് ലൂസാക്കിയിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് ടൈറ്റായിട്ട് പോകരുത്, അതുപോലെ ഒരുപാട് ലൂസും ആവരുത്. ഇനി നമുക്കിതിലോട്ട് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂണ് കുരുമുളക് പൊടിയും 1/4 ടീസ്പൂണ് ഗരം മസാല 1/4 ടീസ്പൂണ് റെഡ് ചില്ലി പൗഡർ, ഞാനിപ്പോൾ ഇവിടെ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 1 ടേബിൾ ടീസ്പൂണ് മൈദയും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ആവശ്യത്തിന് വെള്ളം ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ടൊരു 5 മിനിറ്റ് നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പം റവ ആയതുകൊണ്ട് കുറച്ചും കൂടിയൊക്കെ ഒന്ന് കുതിർന്നിട്ട് ഒന്നും കൂടി ഒന്ന് ടൈറ്റായിട്ട് വരും കേട്ടോ. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒരു 1/4 കപ്പ് വെച്ചിട്ട് ക്യാപ്സിക്കും, പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള ക്യാരറ്റ്, അതുപോലെ തന്നെ സോസേജും പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് ഗാർലിക് പൗഡർ അതല്ലെങ്കിൽ വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു സമയത്ത് കുറച്ച് ടൈറ്റായിട്ട് തോന്നുവാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കി എടുക്കാം കേട്ടോ. അതായത് ഇഡ്ഡലി മാവിൻ്റെ ഒരു പരുവുണ്ടല്ലോ, ആ ഒരു പരുവത്തോടെ നമുക്ക് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇതാ നമ്മൾ ഇതുപോലെ എണ്ണയിലോട്ട് കോരി ഒഴിച്ച് കൊടുക്കുമ്പോൾ ഇതുപോലെ ഒന്ന് വീണ ഒരു പരുവത്തിലേക്ക് എടുക്കണം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ബാറ്റർ എല്ലാം തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഒരു പാനിലോട്ട്. അതുപോലെ തന്നെ ഉണ്ണിയപ്പച്ചട്ടിയും വെച്ചിട്ടുണ്ട്. ഉണ്ണിയപ്പച്ചട്ടി ചൂടായി വരുമ്പോൾ ഇതിലോട്ട് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഇതിനൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഉണ്ണിയപ്പച്ചട്ടി എടുത്തത്, അതല്ലെങ്കിൽ നേരിട്ട് ഒഴിച്ച് കൊടുത്താലും മതി. എന്നിട്ട് നമ്മൾ ഉണ്ണിയപ്പച്ചട്ടിയൊക്കെ ചൂടായി വരുമ്പോൾ അതിലോട്ട് ഓരോ ടീസ്പൂൺ വെച്ചിട്ട് ഈ ഒരു ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് കവർ ചെയ്ത് വെക്കാം. ആ ഒരു സമയം കൊണ്ട് നമ്മുടെ എണ്ണ ചൂടായി വരുന്ന സമയം കൊണ്ട് ഇതൊന്ന് സെറ്റായിട്ട് വരും. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇത് അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഓൾറെഡി ഉണ്ണിയപ്പച്ചട്ടിയിൽ വെച്ചതുകൊണ്ട് ഇതൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരുപാട് ടൈം എടുക്കത്തില്ല കേട്ടോ ഒന്ന് കുക്കായി വരാനായിട്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള ബാറ്ററും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. കാരണം നമ്മളിതിൽ സോസേജൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അവർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. ഇപ്പോൾ ഇതും ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റി വയ്ക്കാം. അതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.